വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലയിൽ നിന്ന് ജോസ് കെ മാണി തന്നെ മത്സരിക്കുമെന്ന് ആവർത്തിച്ച് മന്ത്രി റോഷി അഗസ്റ്റിൻ. നേരത്തെ പറഞ്ഞത് പെട്ടെന്നുള്ള ചോരത്തിളപ്പിൽ പറഞ്ഞതല്ല. താൻ ഇടുക്കിയിൽ ഉണ്ടാകുമെന്ന് റോഷി അഗസ്റ്റിൻ കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ 4 നൂറ്റാണ്ടായി ഇടുക്കി ജനതയ്ക്കൊപ്പമാണ്. പിന്നെന്തിന് താൻ ഇടുക്കിയിൽ നിന്ന് മാറി നിൽക്കണം? തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാലും ഇല്ലെങ്കിലും ഇടുക്കിക്കാർക്കൊപ്പം ഉണ്ടാകുമെന്നും റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ചേർത്തലപ്പുണ്ട് KSC നേതാവുമായിരുന്നു. തെറ്റിരിക്കുന്നത് ചെയർമാൻ കേരള കോൺഗ്രസ് പാർട്ടിക്ക് ചെയർമാനില്ലെന്നും ചെയർമാൻ്റെ സ്ഥാനാർത്ഥിയില്ലെന്നും ഞങ്ങൾ നാദിനില്ലാത്ത കളരില്ലല്ലോ. ഞങ്ങളുടെ ചെയർമാൻ മത്സരിക്കും. പാർട്ടിക്ക് വേണ്ടത് പാർട്ടിയുടെ ലീഡർഷിപ്പാണ്. ലീഡർഷിപ്പ് ഏബിൾ ആണെന്ന് കണ്ടാലല്ലേ ജനങ്ങളെ കൂടെ നിൽക്കുള്ളൂ. പിന്നെ ഞങ്ങളെന്താ പിന്നെ അങ്ങ് മാറി നിൽക്കുക? കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ അത് ലീഡർഷിപ്പിൽ തന്നെ ഉണ്ടാവും, മത്സരിക്കും എന്ന് പറയുന്നതാണ് കോൺഫിഡൻസ്. അത് ഞങ്ങളുടെ ജനങ്ങളുടെ അംഗീകാരം. അത് ഞാൻ പറഞ്ഞല്ലോ. ഇനി പാർട്ടിക്ക് തീരുമാനം കൈക്കൊള്ളാമല്ലോ. പാർട്ടി തീരുമാനം എടുക്കുന്ന അദ്ദേഹം പറഞ്ഞില്ലേ, പിന്നെ അതിന് അധികരിക്കാൻ പറ്റുമോ? പക്ഷേ സഡൻ ഡിസിഷൻ. അദ്ദേഹം പാലയെ മത്സരിച്ച വ്യക്തിയാണ്. പാല നഷ്ടപ്പെടേണ്ട സീറ്റല്ലല്ലോ. ആ തെറ്റുകൾ തിരുത്തി മടങ്ങി വരുമെന്ന് ചെയർമാൻ തന്നെ പാലായി പ്രസംഗിച്ചല്ലോ. പിന്നെ പാല ഞങ്ങൾ കാണാതെ പോകാൻ പറ്റുമോ? സഡൻ റിയാക്ഷൻ അല്ലല്ലോ, വളരെ ആലോചിച്ചല്ലേ ഞാൻ പറഞ്ഞത്. സഡൻ റിയാക്ഷനാണോ അത്? ഒരു കാര്യം പറയുന്നത്. ഇനി തീരുമാനം കൈക്കൊള്ളുന്നത് പാർട്ടി ആലോചിച്ച് തീരുമാനിക്കുന്നുള്ളത് ശരി. ഞാൻ മത്സരിക്കുകയോ ഇല്ലയോ, ജയിക്കുകയോ തോക്കുകയോ എന്നുള്ളതല്ല വിഷയം. പൊതുപ്രവർത്തകൻ്റെ സന്നിധി എവിടെയാണ്? ഇടുക്കിയിലെ ജനങ്ങൾക്കൊപ്പം എൻ്റെ ജീവിതകാലം മുഴുവൻ ഉണ്ടാവും. എൻ്റെ കാരണം എന്താ? അവിടുത്തെ ജനങ്ങൾ എനിക്ക് നൽകിയ സ്നേഹം അത് മത്സരത്തിൽ ജയിക്കുന്നതിന് വേണ്ടിയല്ല. അവരോടൊപ്പം നിലകൊള്ളാനുള്ള ബാധ്യത അതൊരിക്കലും മാറ്റി നിർത്താൻ പറ്റുന്നതല്ല. 4 നൂറ്റാണ്ട് ചെറിയ കാലഘട്ടമാണോ?